ഇതാണ് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ കൃഷി ഇറക്കി നൂറുമേനി വിളയിച്ചെടുത്ത റിട്ടയർഡ് അധ്യാപകനെയാണ് MPV സ്പെഷ്യലിനെ പരിചയപ്പെടുത്തുന്നത്. പോരൂർ പഞ്ചായത്തിലെ ചൊടികപ്പുലം സ്വദേശി കുഞ്ഞോട്ടെ പൂങ്കുഴി ഹൈദ്രുവാണ് അന്ധതയെയും പ്രായത്തെയും അവഗണിച്ച് കൃഷിഭൂമിയിൽ നൂറുമേനി വിളയിച്ചെടുക്കുന്നത്. അന്ധതയെ തോൽപ്പിച്ച് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ കൃഷി ഇറക്കിയ ഹൈദർ മാസ്റ്റർക്ക് നൂറുമേനി വിളവ്. പോരൂർ ഗ്രാമപഞ്ചായത്ത് തൊടികപ്പുലത്തെ പുന്നോത്ത് പൂങ്കുഴി ഹൈദർ മാസ്റ്ററാണ് പ്രായത്തെയും അന്ധകാരത്തെയും തോൽപ്പിച്ച് കൃഷിയിൽ സജീവമായി ജീവിക്കുന്നത്. 10ാം വയസ്സിൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള താല്പര്യം. പോരൂർ AUP സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യവേ 50ാം വയസ്സിൽ ഇദ്ദേഹത്തെ കണ്ണിരോഗം പിടികൂടി. ഞരമ്പ് തളരുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ നൽകിയ മരുന്ന് ഉപയോഗിച്ചതാണ് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ഇദ്ദേഹം പറയുന്നു. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അടങ്ങിയിരിക്കാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. നിർബന്ധിത റിട്ടയർമെന്റിന് ശേഷം മുഴുവൻ സമയവും കൃഷിയിടത്തിൽ സജീവമായി. അധ്യാപകന കാലത്ത് രാവിലെ 9 മണി വരെയും വൈകിട്ട് 4 മണിക്ക് ശേഷവുമായിരുന്നു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ വിരമിക്കലിന് ശേഷം മുഴുവൻ സമയ കർഷകനായി മാറി. രാസവളം ഉപയോഗിക്കില്ലെന്ന ശാഠ്യം ഉള്ള ഇദ്ദേഹം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ജൈവ കീടനാശിനി ഇദ്ദേഹം തന്നെ നിർമ്മിക്കുന്നുണ്ട്. ശർക്കരയും മത്തിമീനും സമം ചേർത്ത് ഭരണിക്കകത്താക്കി ഒരാഴ്ച സൂക്ഷിച്ചാൽ ലഭിക്കുന്ന മിശ്രിതം തെളിച്ചാൽ വിളകൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ കീടങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കാം. പുകയില എരിഞ്ഞ് വെള്ളത്തിൽ കലർത്തി ചൂടാക്കി കിട്ടുന്ന മിശ്രിതം തെളിച്ചാലും ക്ഷുദ്ര ജീവികളെ നശിപ്പിക്കാമെന്ന് അനുഭവത്തിലൂടെ ഇദ്ദേഹം പറയുന്നു. പുകയില കഷായം എന്നാണ് ഇതിന്റെ പേര്. 2 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ വെള്ളരി, സെലാഡ് വെള്ളരി, നാടൻ പയർ, കയ്പ, മത്തൻ, മരച്ചീനി, മഞ്ഞൾ, വ്യാഴ, ചെരങ്ങ, ശർക്കരച്ചേമ്പ് തുടങ്ങി നിരവധി വിളകളാണുള്ളത്. ഹൈദർ മാസ്റ്റർക്ക് കൃഷിയിടത്തിൽ സഹായകനായി മകൻ മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ അബ്ദുള്ളയുമുണ്ട്. രാസവള പ്രയോഗമില്ലാത്ത ആളുകൾക്ക് രാസവള പ്രയോഗമില്ലാത്ത വിളകൾ നൽകുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയാണ് കൃഷി ജീവിതം കൊണ്ടുള്ള